ഹലോ. അപ്പോൾ കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല മടിയായിരുന്നു. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ല മടിയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കാനായതിൻ്റെ ആ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് നോക്കി വെക്കുന്ന ഒരു പിസ്താഷ്യൽ ടുലിപ്പാണ്. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. പിൻട്രസ്റ്റിലൊക്കെ എപ്പോഴും ഒരു കാലത്ത് ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പിസ്താഷ്യൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് പിസ്താഷ്യല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറേ ശരിക്കും പറഞ്ഞാൽ കുറേ ഉണ്ടെങ്കിലായിരിക്കും ഒന്നുകൂടി വൃത്തി ഉണ്ടാവുക. ഇപ്പം എനിക്കിവിടെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കുറേ ഉണ്ടാവുമ്പോൾ അത്രയും ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ഡെക്കോർ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പിസ്താഷ്യല് വേണം, അതുപോലെ ഗ്ലൂ ഗണ്ണ്, പിന്നെ എന്താ പറയുക ടൂത്ത് പിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈർക്കളി ആയാലും മതി, പിന്നെ പെയിൻറ്റ് വേണം, അതുപോലെ ഒരു ടാപ്പും, പിന്നെ കാർഡ്ബോർഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ്. അത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇതിനെ. അപ്പോൾ നമുക്ക് 2 പിസ്ത തമ്മിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലും 2 പിസ്തകൾ ഒട്ടിച്ചു കൊടുക്കുക ഒരു ടൂത്ത് പിക്കുമ്മേ. പിന്നെ നമുക്കത് ബേബി പിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഡാർക്ക് പിങ്കോ അങ്ങനെ എന്ത് പിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ റെഡ് യെല്ലോ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഔട്ട്പുട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ കളറ് എല്ലായിടത്തും അടിച്ചു കൊടുക്കുക. അതിൻ്റെ സ്റ്റെമ്മിൽ അടിക്കണ്ട, സ്റ്റെമ്മിൽ നമ്മൾ ഗ്രീനാണ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പിസ്താഷ്യല്ലുമ്മ മാത്രം നമ്മൾ ഈ പിങ്ക് നല്ലപോലെ അടിച്ചു കൊടുക്കുക. ഒരു എവിടെ കാണാത്ത വിധത്തിൽ നല്ലപോലെ കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ലീഫ് ഉണ്ടാക്കണം. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പപ്പണി. അപ്പോൾ നമുക്ക് ടൂത്ത് പിക്ക് നടുവിൽ വെച്ച് കൊടുത്തിട്ട് ടാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ടാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. നമുക്ക് A4 ഷീറ്റ് എടുത്തിട്ട് 2 ഭാഗത്തും ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടി കൊടുക്കാം. അതും നല്ല ഈസി തന്നെയാണ്. പക്ഷേ ഇതാകുമ്പോൾ ഒരു പണിയില്ല, കറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ചധികം ലീഫ് ഉണ്ടാക്കുകയാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലീഫ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ലീഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യണ ടൈമിൽ ലാസ്റ്റ് നല്ല ഭംഗി ഉണ്ടാവും. എന്ന് വെച്ചാൽ അടിയിലത്തെ ആ ഭാഗങ്ങളൊന്നും കാണില്ല ലീഫെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും കുറച്ചധികം ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഒന്നും കൂടി ലാസ്റ്റ് ഔട്ട്പുട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ എല്ലാം നല്ല കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊക്കെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീന്, ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ എടുക്കാൻ പറയില്ല. എന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ ആയിരിക്കും എപ്പോഴും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അത് നല്ലപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മും ഗ്രീൻ അടിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫസ്റ്റത്തേൽ സ്റ്റെമ്മിന് ഗ്രീൻ അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ തൊട്ടിട്ട് ഞാൻ അടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത് അവസാനം ആ ഒരു പോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ ബോക്സിലേക്ക് നമ്മൾ ഇത് കുത്തി വയ്ക്കുമ്പോൾ ആ സ്റ്റെം എന്തായാലും ലീഫിൻ്റെ കാണില്ല, ടുലിപ്പിൻ്റെ മാത്രമാണ് സ്റ്റെമ്മ് കാണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് കാണാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കൊരു ബോക്സ് അല്ലെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് വെട്ടിയിട്ടൊരു ബോക്സ് ആക്കാം. എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇയർബഡ്സിൻ്റെ ബോക്സാണ് അതെടുത്തേക്കുന്നത്. അതിൻ്റെ അടിയിൽ പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാർഡ്ബോർഡ് അല്ല തെർമാക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ക്ലേ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ക്ലേൻ്റെ മേലെ നല്ലോണം ഗ്രീൻ അടിച്ചു കൊടുക്കുക. നല്ലപോലെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന വിധത്തിൽ ഗ്രീൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഗ്രീൻ ക്ലേ തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഡാർക്ക് ഗ്രീൻ അതിൻ്റെ മേലെ അടിച്ചു കൊടുത്തേക്കാണ്. എന്നിട്ട് ഇത് ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് കുന്നംകുളം എമറാൾഡിൽ നിന്നാണ്. അവിടെ നല്ല കളക്ഷനുകളുണ്ട്. അപ്പോൾ കുറേ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലോണം ഉണ്ട്, നല്ല അഫോർഡബിളും ആണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് 30 രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. അപ്പോൾ ഇത് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ കളറുള്ളതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് വാങ്ങിയിട്ട് അടിച്ചു കൊടുത്താലും മതി. വലിയ പൈസ ഒന്നുമില്ല ഐസ്ക്രീം സ്റ്റിക്കിന്.
അപ്പോൾ അത് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. 4 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ വീഡിയോസായിട്ട് വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നല്ലപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 4 സൈഡിലും ഒട്ടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടുലിപ്പൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലീഫും ടുലിപ്പൊക്കെ നല്ലപോലെ നമുക്ക് എങ്ങനെയാണോ വേണ്ട അതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതാ കുറച്ച് ടുലിപ്പ് കുറവുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളതിനനുസരിച്ച് ഉണ്ടാക്കുക. പിന്നെ നല്ലപോലെ ലീഫൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവസാനം നല്ല സൂപ്പർ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നല്ലൊരു ഡെക്കോറായിട്ടോ അല്ലെങ്കിൽ ടേബിൾ മേക്ക് വയ്ക്കാനായിട്ട് നല്ല രസമുണ്ടാവും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ബൈ.